മടക്കരയിൽ ഭിന്നശേഷിക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം. മടക്കര കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് വയനാട് സ്വദേശി മമ്മൂട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു. പള്ളിയിലെത്തിയ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ കേസിന് ആസ്പദമായ സംഭവം എപ്പോഴാണ് നടന്നത്? ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു പ്രതിക്കായി? ഈ മാസം 15-ാം തീയതിയാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ചെറുവത്തൂർ മടക്കര കോട്ടപ്പള്ളി മഖാമിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്നതാണ് ഈ യുവതി ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ യുവതി അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കോട്ടപ്പള്ളി മഖാമിലേക്ക് എത്തിയത്. ആ സമയത്ത് മറ്റു വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ മഖാമിനോട് ചേർന്നൊരു മുറിയിലേക്ക് ഉസ്താദ് ആ യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി. ആ മുറിയിൽ വെച്ചാണ് ലൈംഗികാതിക്രമം നടന്നത് എന്നതാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് ഈ യുവതി ഇത് ബന്ധുക്കളോടും മറ്റ് കുടുംബാംഗങ്ങളോടും ഈ കാര്യം പങ്കുവച്ചു, വെളിപ്പെടുത്തി. അതിനുശേഷമാണ് പോലീസിൽ പരാതി നൽകുകയും പോലീസ് വിശദമായ മൊഴി യുവതിയുടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. മടക്കര കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദായ മമ്മൂട്ടി ആണ് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. എന്തായാലും ഈ ഉസ്താദ് ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ വയനാട് സ്വദേശിയാണ്. ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പും അപമര്യാദയായി പെരുമാറുന്ന സാഹചര്യം ഈ ഉസ്താദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലൈംഗിക അതിക്രമം കൂടി ഉണ്ടായി എന്ന പരാതിയാണ് യുവതി നൽകിയത്. അതിലാണ് ഇപ്പോൾ പോലീസ് നടപടിയും അന്വേഷണവും നടക്കുന്നത്. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ഭിന്നശേഷിക്കാരിക്കെതിരെയാണ് ഈ ലൈംഗിക അതിക്രമം നടന്നിരിക്കുന്നത്. മടക്കര കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദിനായ അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.